ഹേയോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. എല്ലാവർക്കും ഈദ് മുബാറക്ക് ആശംസകൾ ഗൈസ്. ഇന്നൊരു പെരുന്നാൾ ദിവസമാണ്, പക്ഷേ വൈകുന്നേരമാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം രാവിലെ മുതൽ ഫുള്ള് ബിസി ആയിരുന്നു. അതിൻ്റെ പെരുന്നാളിൽ പള്ളിയിൽ പോകണ മിനി വ്ളോഗൊക്കെ നിങ്ങൾ കാണും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെക്കന്മാരുടെ അടുത്തേക്ക് പോവാണ്. ഇനി ചെക്കന്മാരുടെ അടുത്ത് പോയി സെറ്റായിട്ട് വേണം. കുറച്ച് പരിപാടികളും കാര്യങ്ങളുണ്ട്, പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇറങ്ങുന്നത്. സമയം ഇപ്പോൾ 5 മണിയായോ? ഏകദേശം ഒരു 4:30-5 മണി റേഞ്ച് ആവണുള്ളൂ. 4:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഇറങ്ങാണ് ഗൈസ്. ബ്ലാക്ക് ടീഷർട്ട് ഇട്ടുകൊണ്ടാണോന്ന് അറിയില്ല. പെരിഞ്ചൂട് എന്ന് പറഞ്ഞാൽ ചൂടെടുത്തിട്ട് പീരാന്തമാണ്, ശോകാവസ്ഥയാണ്. എൻ്റെ പൊന്നളിയാ, വെള്ളം കുടിച്ചും മടുക്കും. കൊടക്കാടിൻ്റെ ഫ്രീക്കൻ ഏതാ ഗൈസ്. ഒരു 90 രൂപയ്ക്ക് ലാവിഷായിട്ട് പെട്രോൾ കിടന്നോട്ടെ വിചാരിച്ച്. ഏത് മൂട്? അംബാനി മൂട്. 90 എണ്ണ അടിച്ചിട്ട് ക്യാഷ് പോണില്ല. അല്ല ഫോണോ പോയാ? പോണില്ല ഗൈസ്, ഫുള്ള് ലാഗാണ്. ലാഗല്ല, ഏതാണ് ഐഫോണിനെ വരെ വെട്ടിക്കുന്ന സംഭവമാണ്. സിസ്റ്റാണെന്നാണ് അബ്ദുൾ പറയല്. നമ്മളത് അംഗീകരിച്ചു കൊടുക്കുന്നത്. എങ്ങോട്ടൊന്നുമില്ലാതെ ഒറ്റ മൈൻഡിൽ ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ്. ഇങ്ങോട്ടാന്നറിയില്ല, റേസ് വിളിച്ചിട്ട് ചാമ്പി ഗൈസ്, വെള്ളപ്പത്തി ഗൈസ്. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് ജാസിലിൻ്റെ വരയിലെത്തി. ജാസിലും പിക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി ജസ്റ്റ് ഇതാ അമീറിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ അമീറിൻ്റെ കൂടെ പോയി നോക്കണം എന്താ പാടെന്നറിയില്ല. ഒരു പെരുന്നാൾ പിക്കടിക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ. പിന്നെ പിക്കടിക്കാൻ തന്നെ മറന്നുപോയി. പിക്കടിക്കാനുള്ള പരിപാടിയിലാണ്. എൻ്റെ ഫോണിലാണെന്നുണ്ടെങ്കിൽ വ്ളോഗ് എടുക്കാൻ മാത്രമുള്ള ചാർജ് ഉള്ളൂ. അതുകൊണ്ട് പിക്കടിച്ചാൽ ശരിയാവില്ല. പിന്നെ അമീറിൻ്റെ 13 Pro ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. വലിയ ചാർജ് ഇല്ല എന്നാണ് പറഞ്ഞത്. ഇതിൽ നോക്കാം. 4:45 ഇവിടെ വന്നിട്ട് ഇവിടെ ഒരുത്തൻ 4 കൊണ്ട് ദേഗായതാണ്. ഇപ്പം നേരെ 6:30 മണിയായി. ഇപ്പോഴും കിടക്കാം, ഉറങ്ങി പോയാലോ. ഇപ്പോഴും കിടക്കണ ജാസിലിൻ്റെ പേരിൻ്റെ മുന്നിൽ. എപ്പോഴാണോ പോവാന്നാവോ? ഒരു പ്ലാനും ഇല്ല. ഒരു പ്ലാനും ഇല്ലാതെ ഇങ്ങനെ ആകാശത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുന്നു. സുഖം. ഫൈനലി അങ്ങനെ നമ്മൾ ചാലിയം ബീച്ചിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയല്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. ചാലിയം ബീച്ചിലെത്തോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. എന്തായാലും പോട്ടെ, പോയിട്ട് നോക്കാം. ഇപ്പോൾ എസ്റ്റേറ്റിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവിടെ തിരിക്കണം ഗൈസ്. ഞങ്ങൾ ചാലിയത്തെത്തി, പക്ഷെ ഒടുക്കത്തെ ട്രാഫിക്കാണ്. ഇതാണ്ടാ ഫ്രണ്ടിലേക്ക് ഫുള്ള് ട്രാഫിക്കാണ്. ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര, ഇനിയിപ്പോൾ ഒന്ന് കുറഞ്ഞതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ പോലീസ് ഉണ്ട്, പക്ഷേ ഞാൻ ഹെൽമെറ്റ് എടുക്കാൻ വിട്ടുപോയി. സോ ചെറിയൊരു സീനുണ്ട്. എന്തായാലും നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഉറപ്പായിട്ടില്ല അങ്ങോട്ട് പോകണോ വേണ്ട. അവിടുന്ന് അങ്ങോട്ട് ഭയങ്കര റഷാണ്. ഇതാണ്ടാ ട്രാഫിക്ക്, അങ്ങോട്ടേക്ക് ഭയങ്കര റഷാണ്. എന്തായാലും നോക്കിയിട്ട് ചെയ്യാം ഗൈസ്. നമ്മൾ ചാലിയത്ത് പോകാന്നുള്ള തീരുമാനം മാറ്റി ഗൈസ്. അവിടെ എന്താ പറയുക, ഭയങ്കര ട്രാഫിക്കാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കില്ല. അപ്പം നമ്മൾ ഈ കടലുണ്ടി പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ പോവാണ്. അപ്പോൾ എന്തായാലും കടലുണ്ടി എത്തിയിട്ട് കാണാം. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്, കാരണം ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഉറക്കം വരുന്നുണ്ട്, അങ്ങനത്തെ ചെറിയ പ്രശ്നമുണ്ട്. കുഴപ്പമില്ല, എന്നാലും അവിടെ പോയിട്ട് സ്വസ്ഥമായിട്ട് കുറച്ച് നേരം ഇരിക്കാം. സോ ബോയ്സ് ആൻഡ് ഗേൾസ്, അങ്ങനെ ഫൈനലി നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ എത്തി ഗൈസ്. ഇതാ ബീച്ചിൻ്റെ ഉള്ളിലെത്തി. കാണുന്നില്ല. സോ ഗൈസ്, നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തി ഗൈസ്. കുറച്ച് കറങ്ങി തിരിഞ്ഞു, എന്നാലും സീനില്ല. അങ്ങനെ എത്തി. ഞങ്ങൾ ഏറ്റവും എൻഡിലെത്തി ഗൈസ്. ഏറ്റവും എൻഡിലെത്തി. അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് നടന്നാൽ മതി. കണ്ടവൻ ആൾക്കാരുണ്ട് അല്ലേ? സീനില്ല. നമ്മളെ കൂടെ 2 വന്നേനു. അവന്മാരങ്ങനെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ വന്നു ഗൈസ്. വന്നതിന് കാര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതാണ് സാധനം. ഏതാ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. അയ്യോ അൻസിലിക്ക നമ്മളെ കൂടെ പഠിച്ചാണ്. അൻസിൽ എല്ലാവർക്കും അറിയാമെന്നറിയില്ല, ബട്ട് വളരെ വലിയ ബന്ധത്തിലായിരുന്ന ആളുകളായിരുന്നു. പക്ഷെ ചില സാഹചര്യത്താൽ പോയി. ഗൈസ് ഭയങ്കര റഷാണ്. ഒരുപാട് ആൾക്കാർ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ബാക്കോട്ടേക്ക് ഇവിടെ നോക്കി ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. നമ്മളെ കൂടെ വന്ന 2 ഇതുവരെ കിട്ടിയിട്ടില്ല ഗൈസ്. പൊട്ട് കഴിഞ്ഞിട്ടില്ല, വീണ്ടും ഉണ്ട്. വന്നതിന് കാര്യമായി അതാണോന്നറിയില്ല, പക്ഷെ നന്നായിട്ട് പൊട്ടുന്നുണ്ട്. കൊള്ളാട പൊട്ടും കണ്ടിങ്ങനെ നടക്കാൻ നല്ല വൈബാണ്. ആൾക്കാർ ഇഷ്ടം പോലെ. കുതിരമ്മ കയറേണ്ടവർക്ക് കുതിരമ്മ കയറാം, എല്ലാത്തവർക്ക് നടന്നു പോവാം. ഇതാ അവിടെ ഒരു കാപ്പി കുതിരെങ്കിൽ ഇവിടെ വെള്ളക്കുതിര, 2 കുതിര ഉണ്ട്. പിന്നെ അതാ ജീപ്പ്. എൻ്റെ കയ്യിൽക്കാണല്ലോ തന്നെ. ഫുള്ള് സെറ്റപ്പാണ്. കുട്ടികൾ കയറിയിരുന്നാൽ മതി, സെറ്റപ്പായിട്ട് ഇങ്ങനെ പോകും. ഓൻ്റെ ഒരു കാൽമേൽ മാത്രം ലേറ്റ് എത്തുന്നു ഗൈസ്. ഇപ്പം 2 എത്തുന്നുണ്ട് ഗൈസ്. കഴിഞ്ഞു. ഇതിൽ നിന്നാണ് സ്റ്റാർട്ടപ്പ്. അടുത്ത് കഴിഞ്ഞോ?
ഗൈസ് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് കിട്ടി. നിങ്ങളെ ബാക്കിൽ കൂടെ വന്നു. പുതിയ പുതിയ വഴികൾ കണ്ടുപിടിച്ച് ഞങ്ങൾ ഇതിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ. എൻ്റെ മോനെ ഭയങ്കര ഫ്രണ്ടില് ബാക്കിൽ ഇവിടെ ഫുള്ള് ആൾക്കാർ, ഫുള്ള് സെറ്റ്. വണ്ടികൾ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ആവശ്യമുള്ളവർക്ക് കയറാൻ ഓടിക്കാൻ പോവാ. സെറ്റ്. ഇവിടെ ഒരുത്തന് ഈ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഇതോ അവിടെ അവിടെ കാണില്ലേ കൈ. അയ്യോ അതേ പോന്നു ഓനെ നമുക്ക് എവിടെയെങ്കിലും കിട്ടും. അവിടുന്ന് സെറ്റാക്കാം. ബോക്സിങ്ങിന്റെ അടിക്കുന്നില്ലല്ലോ. അടി തുടങ്ങട്ടെ. അടി എന്താ പനെ അടിക്കത്ത. ഓ ഇതിനെപ്പറ്റി അറിയുന്നവർ ഇത് കണ്ട് ചിരിക്കുന്നുണ്ടാവും എനിക്കറിയാം. ബട്ട് ഓൻ്റെ കയ്യിൽ വളർത്തപ്പെടുന്നു, അത്രേ ഉള്ളൂ. ഓ അപ്പുറക്കട്ടൊക്കെ കുത്തര കയറുന്നു. സോറി താത്ത, കണ്ടോളൂ. ഏതാ അപ്പുറക്കട്ടൊക്കെ കോഴി അടിക്കുന്നതാ. ഓനക്കൊരു അപമാനം കൊള്ളോന്ന് എനിക്കറിയില്ല, ഓനക്ക് നെഗറ്റീവ് അടിക്കുമോന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഓൻ കളിക്കുന്ന കളി നമ്മൾ കാണിക്കുന്നുള്ളൂ. സ്റ്റാമിന ഔട്ടായ പഠിച്ചോനെ. ഇവിടെ വാണങ്ങൾ പൊട്ടുന്നു, ഇവിടെ ഒരുത്ത അടിച്ചു പിരിയുന്നു. ഇവിടെ ഒരുത്തന്റെ ടീഷർട്ട് വേറെ ഇവിടെ അവിടെ കോമഡി സാധനം പഠിച്ചോനെ. വേറെ ആരെടുത്തും ഇല്ലാന്ന് പറഞ്ഞാട്ട് എടുത്തോണ്ടതാണ്. ഞങ്ങൾക്ക് ബീച്ചിൽ കാറ്റുകൊണ്ട് നടക്കാനാണ് താല്പര്യം അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്നു. ബാക്കി രണ്ടും അപ്പുറത്ത് കൂടെ കയറി പോകുന്നു. എല്ലാ പെരുന്നാളും മൂൻസിനുണ്ട്, സന്തോഷം മാത്രമേ ഉള്ളൂ. ഗൈസ് മാസ് നവാസിന്റെ മാസ് താനും. ഏതാ ആർക്കറിയാം. ഓ എടാ, ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോ മുതൽ നല്ല പൊട്ടാടാ ഗൈസ്. ഇത്രയും നേരം ഇങ്ങോട്ട് എങ്ങനെ വളഞ്ഞു പോയി. ഇനിയിപ്പോൾ സാധനം നൈസായിട്ട് പൊട്ടണം. കഴിഞ്ഞോ? ഞാൻ ക്യാമറ ഓണാക്കാൻ കാത്തിക്കാണെന്ന് തോന്നുന്നുണ്ട് തീരാൻ. ഗൈസ് ഒരു കിണ്ണം കാച്ചി സാധനം പൊട്ടി, പക്ഷെ കിട്ടില്ല. അപ്പോൾ ക്യാമറ ഓണാവാൻ ലാഗായി പോയി. എല്ലാം നല്ല കിട്ടില്ല സാധനം കിട്ടി. ഇപ്പോൾ ചീറ്റി പോയി ഗൈസ്. ഞാൻ വലിയ പ്രതീക്ഷയിൽ വേലക്ക് ഒന്നിച്ചായിരുന്നു, പക്ഷെ കിട്ടിയില്ല. നെക്സ്റ്റ് പിന്നെയും കുളമായി ഗായ്സ്. പൊട്ടണില്ല എന്താ അറിയില്ല. ക്യാമറ ഓണാക്കുമ്പോൾ മാത്രം കരുത്താറ് വരുള്ളൂ. മേലെ പോയി നൈസായിട്ട് പൊട്ടും. സോ ഗൈസ് നമ്മളങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ കുറേ നേരം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്തു, പരിപാടികളൊക്കെ സെറ്റായി. ഇനി നേരെ നാട്ടിൽ പോട്ടെ. ഓവറായി കഴിഞ്ഞാൽ സീനാണ്. കാരണം എനിക്കിന്നൊരു ഉറങ്ങാത്തതിൻ്റെ ഒരു ക്ഷീണം നന്നായിട്ടുണ്ട്. അപ്പം അതൊക്കെ ആയിട്ട് ഫുള്ള് സീനാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് തിരിക്കട്ടെ. എന്തായാലും ചെക്കന്മാരപ്പുറത്ത് കൂടെ പോയി ഞാനും നവാസും മാത്രമേ ഉള്ളൂ ഇതിലൂടെ. അപ്പം എന്തായാലും നാട്ടിലെത്തട്ടെ.